ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഒരു ഹൈ ലെവൽ സോൾമേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇത് നമ്മളുടെ സോൾ ട്രൈബിലുള്ള നിഷ എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ സോൾ, കുറേ വർഷത്തെ പരിചയമാണ്. നിഷയുടെ ഒരു റിക്വസ്റ്റാണ് ഈ വീഡിയോ ഒന്ന് ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യം സോൾമേറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മളുടെ വൈബ്രേഷനുമായി സിമിലറായിട്ട് മാച്ച് ആവുന്നവരായിരിക്കും സോൾമേറ്റ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്വിൻ ഫ്ലെയിമാണ് നമ്മളുടെ സെയിം വൈബ്രേഷണൽ മാച്ച്. അപ്പോൾ കുറച്ചൊക്കെ ഏകദേശം മാച്ച് ആവുന്നവരായിരിക്കും ഈ സോൾമേറ്റ്സ് കാറ്റഗറിയിൽ വരുന്ന സോൾസ്. ഇവർ നമ്മളുടെ ജേർണിയിൽ, അതായത് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് തൊട്ട് തന്നെ പല രീതിയിൽ നമ്മുടെ ലൈഫിൽ പല സോൾസുകൾ നമ്മുടെ സോൾമേറ്റ്സ് ആയിട്ട് എൻ്റർ ആയിട്ട് കുറച്ചൊരു ദൂരം ജേർണിയിൽ വന്നിട്ട് പിന്നെ അവർ അവിടെ നിന്ന് ആ ഒരു കോൺട്രാക്റ്റ് കഴിയുമ്പോൾ അവർ തിരിച്ചു പോകാറുണ്ട്. അപ്പോൾ ഇവർ വരുന്നത് നമ്മുടെ ഈ ഒരു ജേർണിയിൽ നമ്മളുടെ അടുത്തേക്ക് വരുന്നത് നമ്മുടെ ഷാഡോ സൈഡിനെ കാണിക്കാനാണ്, ലൈഫ് ലെസൺസ് പഠിപ്പിക്കാനായിരിക്കും. പല സമയങ്ങളിലും നമ്മളുടെ എനർജി ലീക്ക് ചെയ്യാനായിരിക്കും. ചിലപ്പോൾ നമ്മളുടെ കർമ്മ ബാലൻസ് ചെയ്യാനുമായിരിക്കും. ഇത് മേ ബി കുറച്ചൊരു വലിയ വീഡിയോ ആവാൻ സാധ്യതയുണ്ട്, കാരണം കുറച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതുകൊണ്ടാണ് സോൾമേറ്റ്സ് എല്ലായ്പ്പോഴും നമ്മളുടെ ഈ ജേർണിയിൽ നമ്മൾക്ക് പെയിൻ തരാതെ സപ്പോർട്ട് തന്ന് നമ്മളുടെ ആ ടാസ്കുകൾ അതാത് സമയത്തെ അതാത് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരാണ്. സോൾമേറ്റ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ജേർണിയിൽ 3 കാറ്റഗറിയിലേക്ക് നമുക്ക് തരംതിരിക്കാവുന്നതാണ്. ഒന്ന് സോൾ ഫ്രണ്ട് എന്ന ഒരു കാറ്റഗറി. അപ്പോൾ ഈ സോൾമേറ്റ്സുമായിട്ടും നമുക്ക് ഇടപഴകാനൊക്കെ നന്നായിട്ടൊരു ഹാപ്പിനെസ് തോന്നും. നമ്മുടെ വൈബ്രേഷനൊക്കെ ഇവരോട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ഡൗൺ ആയി എന്നൊന്നും നമുക്ക് തോന്നില്ല. എല്ലാത്തിനും ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന സോൾസ് ആണെന്ന് തോന്നും കേട്ടോ. അപ്പോൾ ആദ്യത്തെ സോൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നമ്മളുടെ ഫ്രണ്ട്സ് ആവാം, കുഞ്ഞുനാളിലെ തൊട്ടേയുള്ള ഫ്രണ്ട്സ് ആവാം, നമ്മുടെ അയൽക്കാരാവാം, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയിൽ ഉള്ളവരെയും ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം നമ്മുടെ ഈ ജേർണിയിൽ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നമ്മളുടെ ടാസ്കുകളെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സോൾമേറ്റ്സിൽ ഒരു കാറ്റഗറിയാണ് സോൾ ഫ്രണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സോൾ ടീച്ചേഴ്സ് എന്ന് പറയാം നമുക്കിവരെ. നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ സ്കൂളിലോ കോളേജുകളിലോ ഒക്കെ ഉള്ളപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫസറിനോടോ ഒക്കെ ഭയങ്കരമായിട്ടൊരു കണക്ഷൻ ഫീൽ ആവാറുണ്ട്. അപ്പോൾ അത് മേ ബി നമ്മുടെ ലൈഫ് ടൈം നമ്മളവരെ മറക്കില്ല. എവിടെയെങ്കിലുമൊക്കെ ഒരു മേജർ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾക്ക് ഇവർ ഹെൽപ്പ് ചെയ്ത് നമ്മളെ അവിടെ, അതായത് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ളവരൊക്കെയും ഈ സോൾ ടീച്ചേഴ്സ് കാറ്റഗറിയിൽ വരും. പിന്നെ നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ ഹെൽപ്പ് ചെയ്യുന്ന കോവർക്കേഴ്സ് കാണും, ബോസ് ആയിരിക്കാം ചിലപ്പം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ലൈഫ് പർപ്പസ് ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അതായത് നമ്മുടെ സോളിനെ ഹെൽപ്പ് ചെയ്ത് ആ ലെസൺസ് ഒക്കെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സോൾസിനെ സോൾ ടീച്ചേഴ്സ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മൂന്നാമത്തേത് സോൾ കമ്പാനിയൻസ് എന്നുള്ള ഒരു കാറ്റഗറി. ഇതിൽ മേജറായിട്ട് വരുന്നത് നമ്മളുടെ ലവേഴ്സ്, ലൈഫ് പാർട്ട്ണർ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഒരു സോൾമേറ്റിനോട് ശരിക്കും പറഞ്ഞാൽ അവർ ലൈഫ് ലോങ് കാണുമോ, അല്ലെങ്കിൽ ഇടയ്ക്ക് സോൾമേറ്റുമായിട്ടുള്ള ഒരു റിലേഷൻ ബ്രേക്ക് ആവുമോ എന്നൊക്കെ ചോദിക്കുന്ന പലരുമുണ്ട് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ. അതായത് നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു കമ്പാനിയൻഷിപ്പിൽ നമ്മുടെ ഒരു പാർട്ട്ണറായിട്ട് നിൽക്കുന്നവരെയാണ്
കാർമിക് പാർട്ട്ണർ അല്ല, നമ്മളെ ശരിക്കും ഹെൽപ്പ് ചെയ്ത് ലൈഫ് ലെസൺസ് പഠിപ്പിക്കുന്ന ആ ഒരു സോൾസിനെ നമ്മൾ സോൾ കമ്പാനിയൻസ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ പിന്നെയും ട്വിൻ ഫ്ലെയിം ജേർണിയെക്കുറിച്ച് ഇവിടെ ഒന്ന് ചുരുക്കി പറയുകയാണ്. കാരണം ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയാലേ ഇവരുടെ ഒരു റോള് നമുക്ക്, സോൾമേറ്റ്സിൻ്റെ ഒരു റോള് നമുക്ക് ഈ ജേർണിയിൽ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരേ സോളാണ്, 2 ബോഡികളിലാണ്, ഒരേ വൈബ്രേഷനാണ്, വൈബ്രേഷണൽ മാച്ചാണ്. പിന്നെ വന്നിട്ട് എല്ലാവർക്കും അറിയാം ഈ ജേർണി ടോട്ടലി ഡിവൈനാൽ ഗൈഡ് ചെയ്യപ്പെടുന്നതാണ് അല്ലേ. ഈ ജേർണിയിൽ എന്ത് നടന്നാലും അത് ഡിവൈൻ്റെ പ്ലാൻ അനുസരിച്ചേ നടക്കത്തുള്ളൂ. എല്ലാ ട്വിൻ ഫ്ലെയിംസിനും ഒരു റീയൂണിയൻ ഉണ്ട്. അവർ ശരിക്കും ഒരു ഇന്നർ വർക്കൊക്കെ ചെയ്താൽ ഒരു റീയൂണിയൻ ഉണ്ട്. ഇവിടെ പിന്നെയും റീയൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരു മാരേജ് അല്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കമ്പൈൻഡ് ആയിട്ട് ഒരു സോൾ പർപ്പസ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ കുറച്ച് ട്വിൻ ഫ്ലെയിംസിന് മാത്രമേ ഒരു പെർമനൻറ്റ് 3D യൂണിയൻ കാണുകയുള്ളൂ. അതായത് ഒരു മാരേജിലേക്കൊക്കെ, മാരേജ് എന്ന് പറഞ്ഞാൽ ഒരു 3D കോൺസെപ്റ്റ് ആണെന്ന് നമ്മൾ സ്പിരിച്വലി നന്നായിട്ട് ഹീൽഡായി കഴിയുമ്പോൾ, അവേക്കൻഡ് ആയി കഴിയുമ്പോഴൊക്കെ മനസ്സിലാകും. അപ്പോൾ നമ്മൾ അതിനൊന്നും അത്ര പ്രിഫറൻസ് കൊടുക്കാതെ നമ്മൾ കൂടുതലായിട്ട് നമ്മളുടെ സോൾ പർപ്പസിനും ലൈഫ് പർപ്പസിനും ഒക്കെ പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് തന്നെ സറണ്ടറായി നമ്മളുടെ ഹയസ്റ്റ് ഗുഡിനായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പലപ്പോഴും ഈ 3D മാരേജ് അല്ലെങ്കിൽ ട്വിനുമായിട്ട് ഒരു പെർമനൻറ്റ് 3D യൂണിയൻ, 3D മാരേജ് ഇല്ലാത്ത പല ട്വിൻ ഫ്ലെയിം ജേർണീസിലും ഓൾറെഡി 2 കൗണ്ടർ പാർട്സും അവരുടെ സോൾമേറ്റുമായിട്ടും മാരീഡ് ആയിരിക്കും. ഇത് പെർസെൻറ്റേജിൽ കുറവായിരിക്കാം, എന്നാലും ഇതൊരു ലൈഫ് ടൈം ആ സോൾമേറ്റ് അവരുടെ കൂടെ കാണുകയും, അതായത് 2 ട്വിൻസിൻ്റെയും സെപ്പറേറ്റ് കൗണ്ടർ പാർട്സ് സോൾമേറ്റ്സ് ആവുകയും അവർ ലൈഫ് ടൈം ഈ ട്വിൻസിൻ്റെ 2 പേരുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള സോൾ പർപ്പസിന് അല്ലെങ്കിൽ ഈ ട്വിൻസിൻ്റെ സ്പിരിച്വൽ ഗ്രോത്തിന് എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ശരിക്കും നിഷ ചോദിച്ചിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹൈ ലെവൽ സോൾമേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എൻട്രി നമ്മുടെ TF ജേർണിയിൽ, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ എവിടം തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ട്വിൻ ഫ്ലെയിം നമ്മളുടെ ലൈഫിൽ വന്ന് ഒരു ബബിൾ ഫേസ് ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു സെപ്പറേഷൻ പീരീഡിലായിരിക്കും ഫെമിനൈൻ എനർജി ഇന്നർ വർക്കൊക്കെ തുടങ്ങി തൻ്റെ ഒരു എനർജീനെ ഒരു ഹൈ വൈബ്രേഷനിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ഫേസിലായിരിക്കും. ട്വിനുമായിട്ടും ഒരു സെപ്പറേഷനിലായിരിക്കും ഈ സമയത്ത്. ട്വിൻ എവിടെയാണോ എന്താണോ ഒന്നും അറിയാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അറിയുകയാണെങ്കിൽ പോലും ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ നടക്കുന്ന ഒരു സ്റ്റേജ്, ആ സ്റ്റേജ് ആയിരിക്കാം. ഒരു പക്ഷേ ഒരു കാർമിക് ഹസ്ബൻഡ് ഈ ഫെമിനൈൻ എനർജിയുടെ ലൈഫിലുണ്ടെങ്കിൽ അവർ ട്രിഗേഴ്സ് കൊടുക്കുന്നതൊക്കെ കുറഞ്ഞ്, അതായത് ഒരു കാമായിട്ടുള്ള ഒരു സ്റ്റേജിൽ പോകുന്ന ആ ഒരു ഫേസിലായിരിക്കാം ഫെമിനൈൻ എനർജി ഇവിടെ ലൈഫിലേക്ക് ഒരു സോൾമേറ്റിൻ്റെ എൻട്രി. അതായത് ഇനിയൊരു സോൾമേറ്റിൻ്റെ എൻട്രി ആവാം, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ അറിയാവുന്ന ഒരു സോള്, ആ സോളുമായിട്ട് ഒരു വൈബ്രേഷണൽ മാച്ച് ഫീൽ ആവുന്നത് ഫെമിനൈൻ എനർജി. ഇത് എത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഫെമിനൈൻ എനർജി ഫീൽ ആകുമെന്ന് പറഞ്ഞാൽ, ഈ ഒരു ഫേസിൽ എൻ്റെ ട്വിൻ ആ സെപ്പറേഷനിലുള്ള ആ ഒരു ബോഡിയിലുള്ള ആളാണോ, അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സോൾമേറ്റ് ആണോ, അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു ബോഡിയിലുള്ള സോളാണോ എന്ന് പോലും ഡൗട്ട് ചെയ്യുന്ന ഒരു തരത്തിൽ വരാം. പലപ്പോഴും നമ്മുടെ ഡ്രീംസിൽ വരും ഇവർ. പിന്നെ നമുക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യും. ആ ഒരു ഇൻറ്റൻസ് കണക്ഷൻ പലപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു ഫേസിലേക്കൊക്കെയും ഈ ഒരു കണക്ഷൻ പോകാം. ഇത് എല്ലാവരുടെയും ലൈഫിൽ സംഭവിക്കണം എന്നില്ല. അതായത് സോൾ കോൺട്രാക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സോൾമേറ്റ് തീർച്ചയായിട്ടും ഫെമിനൈൻ എനർജി ഹീൽ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യും. കാരണം നമ്മൾ ഹൈ വൈബ്രേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ അട്രാക്റ്റ് ചെയ്യും അല്ലേ. നമ്മുടെ ഒരു വൈബ്രേഷൻ മാഗ്നറ്റിക്
ആയിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെയും സോൾമേറ്റ്സ് ഈ ഒരു ഫേസിൽ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവുകയും നമുക്ക് ആ ഒരു ഇൻറ്റൻസ് കണക്ഷൻ ഫീൽ ആവുകയും ചെയ്യും. അപ്പോൾ ശരിക്കും ഇവിടെ ഈ സോൾമേറ്റിൻ്റെ എൻട്രി എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ഷാഡോ സൈഡ് കാണിച്ചു തരാനായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ചോദിക്കാം, ഇത് ട്വിൻ ഫ്ലെയിം അല്ലേ ശരിക്കും കാണിച്ചു തരുന്നതെന്ന്. ട്വിൻ ഫ്ലെയിം അൾട്ടിമേറ്റ് ആയിട്ട് മിറർ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഷാഡോ സൈഡ്. ആദ്യം ട്വിൻ ഫ്ലെയിം നമ്മുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞ് നമ്മൾ ഫേസ് ചെയ്യാൻ മടിക്കുന്നതും, എന്നാൽ ഡിവൈൻ നമ്മളെ കൊണ്ട് ഫേസ് ചെയ്യിക്കുന്നതും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഈഗോ, ആങ്കർ ഇഷ്യൂസ്, ആങ്സൈറ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ് ഒക്കെയുമാണ്. ഇതൊക്കെയാണ് ഷാഡോ സൈഡിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ട്വിൻ ഫ്ലെയിമുമായിട്ടുള്ള സെപ്പറേഷനിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് ട്രിഗർ കിട്ടാതെ അൺഹീൽഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കിടപ്പുണ്ടെങ്കിൽ ഈ ഹൈ ലെവൽ സോൾമേറ്റ്സ് നമ്മളെ ട്രിഗർ ചെയ്തത് കാണിച്ചു തരും. രണ്ടാമത്തെ വന്നിട്ട് നമ്മുടെ ലൈഫ് ലെസൺസ് ആണ്. നമ്മൾ അതുവരെ പഠിക്കാതെ പല സൈക്കിളുകൾ റിപ്പീറ്റ് ചെയ്ത് അതിനു മുമ്പ് പല സോൾമേറ്റ്സ് നമ്മളുടെ ജേർണിയിൽ വന്ന് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് നമ്മൾ പഠിക്കാതെ വിട്ട ലൈഫ് ലെസൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നെയും ഒരു പെയിൻ ഇല്ലാതെ നമ്മൾക്ക് പഠിപ്പിച്ചു തരാനായിട്ട് ഇവർ വരാറുണ്ട്. അതേസമയം ഒരു കാർമികയാണ് നമുക്ക് ആ ലൈഫ് ലെസൺസ് തരുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഇൻസിഡൻസിലൂടെ ആയിരിക്കും. വേറാസ് സോൾമേറ്റ്സ് ആണെങ്കിൽ നമ്മൾക്കത് റിയലൈസേഷനിലൂടെ ആയിരിക്കും അവർ ലൈഫ് ലെസൺസ് തരുന്നത്. അടുത്തതായിട്ട് കർമ്മ ബാലൻസ് ചെയ്യിപ്പിക്കാനായിട്ടാണ്. അതായത് കൂടുതലായിട്ടും സോൾമേറ്റ്സുമായിട്ടുള്ള കണക്ഷൻസ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കും. അപ്പോൾ ട്വിൻ ഫ്ലെയിംസ് ഒക്കെയും മാസ്റ്റർ സോൾസ് ആയതുകൊണ്ട് കൂടുതലായിട്ടും അവരൊരു സ്പിരിച്വൽ അവേക്കനിലേക്കൊക്കെ വന്നു, എൻലൈറ്റ്മെൻറ്റിലേക്കൊക്കെ വരുമ്പോൾ ഇത് അവരുടെ ഒരു ലാസ്റ്റ് ജന്മമായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സോൾമേറ്റ് അക്കൗണ്ട് ആണെങ്കിൽ പോലും ഒരു ക്ലോഷറിന് പെൻഡിങ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ കിടക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പെൻഡിങ് അക്കൗണ്ടിങ്ങിൻ്റെ ബാലൻസ് അക്കൗണ്ട്, അതായത് അത് വേറൊരു സോളുമായിട്ടുള്ള ഒരു അക്കൗണ്ട് ആവാം, അല്ലെങ്കിൽ ഈ ഒരു സോളുമായിട്ട് പാസ്റ്റ് ലൈഫിലുള്ള എന്തെങ്കിലും ഒരു അൺക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണെങ്കിലും അത് ക്ലോഷർ ചെയ്യിപ്പിക്കാനായിട്ട് ഒരു ഷോർട്ട് ടൈമിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഫീലിങ്സുമായിട്ട് ഇങ്ങനെയുള്ള ഹൈ ലെവൽ സോൾമേറ്റ്സ് നമ്മളുടെ ലൈഫിൽ വരാറുണ്ട്. അടുത്തതായിട്ട് എനർജി ലീക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ഒരു കണക്ഷൻസ് നമ്മൾ ഹീലായിക്കൊണ്ടിരിക്കുമ്പം വരാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിവൈൻ ടെസ്റ്റ് ആയിരിക്കും അപ്പം നടക്കുന്നത്. അതൊരു വളരെ കുറഞ്ഞൊരു സമയത്തേക്ക് നമുക്ക് മേ ബി വളരെ കുഞ്ഞിലേ തൊട്ടേ അറിയാവുന്ന ഒരാളായിരിക്കാം. അങ്ങനെ വന്നൊക്കെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മളവിടെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ലവ് എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് നമ്മൾ എത്രത്തോളം നമ്മുടെ ജേർണിയിലും നമ്മുടെ അതർ ഹാഫിനെയും നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ടെസ്റ്റായിരിക്കും ഇവിടെ നടക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളിവിടെ കൺഫ്യൂസായി പിന്നെയും ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഇതേ സോൾമേറ്റ് നമ്മളുടെ ലൈഫിൽ അതേപടി കാണുകയും ചെയ്യും. അതല്ല എങ്കിൽ അവരുടെ ആ ജേർണി, അവരുടെ ആ കോൺട്രാക്റ്റ് കഴിഞ്ഞുവെങ്കിൽ അവിടെ വരെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇതേ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഇനിയൊരു സോൾമേറ്റ് നമ്മുടെ ലൈഫിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട്, ഈ ഒരു സോൾ കോൺട്രാക്ട്സിനെ നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തെ കാര്യം നമ്മൾ ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നമ്മളുടെ ട്വിൻ ആരാണെന്നുള്ളത് നമ്മളുടെ സോളിനറിയാം. അപ്പോൾ ഒരിക്കലും ആ ഒരു കാര്യത്തെ നമ്മൾ ഡൗട്ട് ചെയ്യുകയേ ചെയ്യരുത്. എപ്പോഴൊക്കെയാണ് ഡൗട്ട് നമുക്ക് വരുന്നത്, അത് കോമൺ ആയിട്ട് എല്ലാ ഫെമിനൈൻ എനർജീസിനും ഒരു സ്റ്റേജ് വരെ വരുന്ന കാര്യമാണ് ഈ ഡൗട്ട്. അപ്പോൾ ആ ഡൗട്ടൊക്കെ വരുമ്പോഴും മെഡിറ്റേഷനിലിരുന്ന് സ്വയം ചോദിച്ച് നോക്കുക, ആരാണ് നമ്മളുടെ ട്വിൻ. അല്ലാതെ നമ്മൾക്ക് ആ ഒരു എക്സ്റ്റേണൽ വേൾഡിൽ ആ ഒരു നിമിഷം കാണിച്ചു തന്നിരിക്കുന്ന ആ ഒരു എഫക്ഷൻ്റെ അനുസരിച്ച് നമ്മൾ പെട്ടെന്ന് ആ ഒരു കൺഫ്യൂഷനിലേക്ക് പോയാൽ നമ്മളവിടെ ആ ടെസ്റ്റ് ഫെയിൽ ആവുകയാണ് ശരിക്കും ചെയ്യുന്നത്. രണ്ടാമത്തേത്, അവർ കാണിച്ചു തരുന്ന ഷാഡോ സൈഡ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഹാപ്പിയോടെ ഗ്രാറ്റിറ്റ്യൂഡോടെ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിനെ ഹീലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ലൈഫ് ലെസൺസ് എന്തൊക്കെയാണോ നമ്മുടെ ലൈഫിൽ പെൻഡിങ് ഉള്ളത് അതൊക്കെയും
പഠിപ്പിച്ചു തരാനാണല്ലോ അവർ വരുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അതിനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ കർമ്മ ബാലൻസിങ്ങിനായിട്ടാണ് അങ്ങനെ ഒരു കോൺട്രാക്റ്റ് വന്നിരിക്കുന്നതെങ്കിൽ അത് ആ ഒരു സമയം വരെ നമ്മളുടെ ലൈഫിൽ കാണുകയുള്ളൂ. ഇതൊക്കെയും ഒരു ഇല്യൂഷൻ ആണ് എന്നുള്ള കാര്യം പിന്നെയും പിന്നെയും നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു ജേർണിയിൽ ഈ ഒരു കണക്ഷനെയും ഡിവൈനിൽ സറണ്ടർ ചെയ്ത് ആ ഒരു കർമ്മ ക്ലിയറൻസിനായിട്ട് എന്നും ഡിവൈനോട് പ്രാർത്ഥിക്കുക. നമ്മളുടെ ഏഞ്ചൽസിനോടൊക്കെയും ഈ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഈ ഒരു സോൾ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചോദിക്കാവുന്നതാണ്. അടുത്തതായിട്ട് സ്ട്രോങ് ആയിട്ട് നമ്മുടെ എനർജറ്റിക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഹീലായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഹീലിംഗ് പ്രോസസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഹൈ ആവുകയും മാനിഫെസ്റ്റേഴ്സ് ആവുകയും ചെയ്യുമെന്ന് നമുക്കൊക്കെ അറിയാം അല്ലേ. അപ്പോൾ നമ്മൾ ടെലിപ്പത്തിക്കലി പോലും നമ്മൾ സോൾമേറ്റുമായിട്ട് കണക്റ്റ് ആവുകയോ, അതായത് ആ ഒരു ഇൻറ്റൻസ് ലവ് എനർജീനെ നമ്മൾ എപ്പോഴും ഫീലായിട്ട് ആ ഒരു ഇമോഷനെ നമ്മൾ സെൻഡ് ചെയ്യുകയോ ചെയ്യരുത്. കാരണം ഇവിടെയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഹൈ വൈബ്രേഷനിലേക്ക് വരാൻ എത്ര കഷ്ടപ്പെട്ട് എനർജി സേവ് ചെയ്തു അതൊക്കെ ലീക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ബൗണ്ടറി വെക്കാം. പിന്നെ പലരും ബൗണ്ടറി വെക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ സംസാരിക്കാറില്ല, മെസ്സേജ് ചെയ്യാറില്ല എന്ന് പറയാറുണ്ട്. നമ്മൾ ഈവൻ വാട്സപ്പിൽ അവരുടെ ലാസ്റ്റ് സീൻ ചെക്ക് ചെയ്യുന്നത് പോലും നമ്മളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ടുള്ള ഒരു കണക്ഷനിൽ നമ്മൾ എങ്ങനെയാണോ നമ്മളിലേക്ക് സെൽഫ് ഫോക്കസ് ആയിട്ടിരിക്കുന്നത്, അതേപോലെ തന്നെ ഇവരുമായിട്ടും ഒരു ലാസ്റ്റ് സീൻ ചെക്ക് ചെയ്യുക, ചേസ് ചെയ്യുക, ഇതൊക്കെയും എന്താ പറയുന്നത്, നമ്മൾ ചേസിങ് എനർജി അല്ല അവിടെ. ആക്ച്വലി നമ്മളുടെ ഒരു ഡിവൈൻ പർപ്പസിനായിട്ട്, നമ്മളുടെ ഒരു ഡിവൈൻ യൂണിയനായിട്ട് നമ്മൾ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജീനെ നമ്മൾ ഇനിയൊരിടത്ത് ലീക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, അവരെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഒക്കെയും. അങ്ങനെയുള്ള ഒരു കാര്യം, ആ ഒരു തോട്ട് പാറ്റേൺ ഒക്കെ വരുമ്പോഴും അതിനെ ദൈവത്തിന് സറണ്ടർ ചെയ്യുക. പിന്നെ ആ ഒരു കണക്ഷനെ ഗോ വിത്ത് ദ ഫ്ലോ ആയിട്ട് എടുക്കുക. മനസ്സിലാക്കുക ഇതൊരു ഷോർട്ട് ടേമിനായിട്ട് വന്നിട്ടുള്ള ഒരു സോൾ കണക്ഷനാണ്. എന്നാൽ എൻ്റെ ഒരു പർപ്പസ് ഇതൊന്നുമല്ല, ബിയോണ്ട് ഒരു കംപ്ലീറ്റ്നെസ് ആണ്. എൻ്റെ സോളിലുള്ള ആ ഒരു പൊട്ടൻഷ്യലെ തിരിച്ചറിഞ്ഞ് എൻ്റെ പർപ്പസിലേക്ക് അലൈൻ ആവുക എന്നുള്ളത് എല്ലായ്പ്പോഴും മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമായിട്ടാണ് മേജറായിട്ടുള്ള ഒരു ഹൈ ലെവൽ സോൾമേറ്റിൻ്റെ കണക്ഷൻ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഡിവൈൻ ജേർണിയിൽ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യങ്ങൾ. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഹെൽപ്ഫുള്ളാണെന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ ട്വിൻ ഫ്ലെയിം ജേർണി റിലേറ്റഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിന്, റേക്കി അറ്റ്യൂട്ട്മെൻറ്റ് സെഷൻസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. Thank you so much. Stay blessed.